ഉബ്ബുക്കുട്ടൻ്റെ ഫോട്ടോ അങ്ങനെ വലുതാക്കി വെച്ചിട്ട് എനിക്കത് നല്ലൊരു സമാധാനം കേട്ടോ. അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ എല്ലാവരും പറയും കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം. എപ്പോഴും അതിൽ നോക്കിയിട്ട് ഓനിവിടെ ഉള്ള പോലെ ഓനോട് എല്ലാ കാര്യങ്ങളും പറയണം. മറ്റേത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓനോട് ഓന അറിയണില്ലല്ലോ. ഉണ്ടെങ്കിലും ഓനക്കതൊന്നും അറിയില്ല. പക്ഷെ ഞാനെപ്പോഴും ഓനുള്ള പോലെ ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയപ്പോൾ ഒരു സമാധാനം കേട്ടോ. ഓനിപ്പോൾ പോയിട്ട് 5 മാസം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 5 മാസമൊക്കെ ആയപ്പോഴാണ് പോയ സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അന്ന് നമ്മളൊരു വീട് പണിയുടെ തിരക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു തിരക്കിന്ന് പോയപ്പോൾ, അതായത് നല്ലൊരു സുഖത്തിലതിന് ഇരിക്കാൻ പറ്റില്ല. ആ തിരക്കിന്ന് പോയി അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ. അത്ര പെട്ടെന്നൊന്നും പോകുമെന്നും വിചാരിച്ചില്ല. എല്ലാവരും പോകും, പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് സഹിക്കാൻ പറ്റാത്ത അന്നത്തെ ദിവസമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ യാമിക്കുട്ടി കുഞ്ഞു കുട്ടിയല്ലേ. അത് കാരണം ഓളെ മുമ്പിൽ കരയാനും പറ്റൂല. അതൊക്കെയൊക്കെ കരഞ്ഞതാക്കി ഓളൊന്ന് ഉറക്കി കഴിഞ്ഞാൽ പിന്നെ ഉറക്ക കരയായിരുന്നു. അന്നത്തെ കുറേ ദിവസങ്ങളിൽ ഞാൻ യാമിക്കുട്ടിൻ്റെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്ക കരയും. അപ്പം ഞാൻ വിചാരിക്കും ഈ സങ്കടം ഒരിക്കലും മാറില്ല. അപ്പം ഇക്ക പറയും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ മാറി മാറി വരും. പക്ഷെ അന്ന് എനിക്ക് വിചാരിച്ചിരുന്നില്ല ഇത് മാറി വരും എന്നുള്ളത്. അപ്പോൾ എൻ്റെ പോലെ ഇങ്ങനെ പെറ്റ്സിനൊക്കെ നഷ്ടപ്പെട്ടവർ ഇപ്പോൾ വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഒരു 4-5 മാസം ആകുമ്പോൾ നോർമലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് അത് ആലോചിക്കുമ്പോൾ പണ്ടത്തെ പോലെ ഒരു വല്ലാത്തൊരു അത് വരുന്നില്ല. ബൂബുക്കുട്ടനില്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അന്നപ്പോൾ ബൂബുവിനെ ഇവിടെ തന്നെയാണ് മറവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് അതൊന്നും ഞാൻ വീഡിയോ എടുക്കുക അന്നൊന്നും അതിനുള്ള മാനസികാവസ്ഥ തന്നെയല്ല. അപ്പോൾ ആ സമയത്ത് കുറേ കൂട്ടുകാർ പെണ്ണുങ്ങളെ വയ്യായൊക്കെ മാറിയിട്ട് വേദനയൊക്കെ മാറിയിട്ട് ബൂബുക്കുട്ടൻ കിടക്കണ കാണിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ബൂബുക്കുട്ടൻ കിടക്കണ ഇപ്പോഴത്തെ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ പണിക്കാർ വരുന്നതിൻ്റെ മുമ്പേ ഞാൻ ഇന്നലെ മഗ്‌രിബിക്ക് തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി രാവിലെ പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതിയിട്ട്. ബൂബുക്കുട്ടൻ്റെ വീട് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡെയിലി റൂട്ടീൻ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് സത്യം പറയട്ടെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഉറക്കക്കുറവും ഈ ഓട്ടപ്പാച്ചിലും അതുപോലെ പ്രോപ്പറായിട്ടുള്ള സെൽഫ് കെയർ ഒന്നും നടക്കണില്ല. അതിൻ്റെ ഒക്കെ തന്നെ ഒരു എഫക്റ്റ് മുഖത്ത് കാണാനുണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ പറയാറില്ലേ എപ്പോഴും താത്ത ആകെ കോലം കെട്ടിട്ടുണ്ട് എന്നൊക്കെ. അതിനൊക്കെ വേണ്ടിയിട്ട് ആ സ്കിൻ കെയർ ഈ സ്കിൻ കെയർ അങ്ങനെ പലതും ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് പുറമേ പലതും ഇങ്ങനെ തേച്ചിട്ട് മാത്രം കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം നമ്മുടെ ഉള്ളിലേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെല്ലണം നമ്മളെ സ്കിന്നിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റിയെടുക്കാൻ. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ടയേർഡായിട്ട് തന്നെ ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു തിരക്കിലൊക്കെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് കേട്ടോ ഞാൻ കണ്ടെത്തിയത്. ഇതാണ് സംഭവം. HK വിറ്റൽസിന്റെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് ആണ് കേട്ടോ. ഇതുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ഗ്ലൂട്ടാത്തിയോൺ ബ്രാൻഡാണ്. നമ്മുടെ സ്കിൻ ഹെൽത്ത് ഉള്ളിൽ നിന്ന് ഇംപ്രൂവ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് L-ഗ്ലൂട്ടാത്തിയോൺ, ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എക്സസ് മെലാനിൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആക്കാനും ഈവൻ ടൂൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിഗ്മെന്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്സ്, ഇതിനൊക്കെ പ്രധാന കാരണങ്ങളൊന്നാണ് എക്സസ് മെലാനിൻ. അപ്പൊ അതിന്റെ ഉൽപാദനമൊക്കെ കുറക്കുന്നതോടുകൂടി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും. ഇതിൽ ഗ്ലൂട്ടാത്തിയോൺ മാത്രമല്ല, ഇതിൽ വിറ്റാമിൻ സി ഉണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വിറ്റാമിൻ ഇ ഉണ്ട്. ഇത് സ്കിന്നൊക്കെ നൗറിഷ് ആൻഡ് പ്രൊട്ടക്ട് ആക്കി വെക്കും. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഹൈലോറോണിക് ആസിഡ് സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. അതായത് വെറും ഗ്ലോ മാത്രമല്ല, സ്കിൻ ഹൈഡ്രേഷൻ അതുപോലെ ഓവറോൾ സ്കിൻ ഹെൽത്തും ഇതിലൂടെ സപ്പോർട്ട് ചെയ്യും. പിന്നിട്ടല്ലോ ഇതിന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം അത് ഓരോ ടാബ്ലറ്റ്സിലും 600 മില്ലിഗ്രാം L-ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയിട്ടുണ്ട്. അത് പല ബ്രാൻഡ്സിലാണെങ്കിലും 500 മില്ലിഗ്രാം ഒക്കെ ഗ്ലൂട്ടാത്തിയോൺ ഉണ്ടാകും. കൺസിസ്റ്റന്റ് ആയി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റിന്റെ കോസ്റ്റ് ഏകദേശം 56 രൂപയുള്ളൂ. ഒരു ദിവസം 56 രൂപയെ വരുന്നുള്ളൂ. നമ്മൾ പല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യൽ ട്രീറ്റ്മെന്റ്, സ്കിൻ കെയർ അതൊക്കെ ചെയ്യുന്നതിനേക്കാളും എത്രയോ ലാഭമാണല്ലേ. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും എളുപ്പമാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഇതാ ഒരു ടാബ്ലറ്റ്സ് ഇങ്ങനെ ഇട്ടെടുക്കുക. ഒരു സപ്ലിമെന്റ് കുടിക്കുന്ന ഫീലേ അല്ല, ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ പോലെ നല്ല ടേസ്റ്റ് ആട്ടോ. അതുപോലെ ഇതിൽ ആഡഡ് ഷുഗർ ഒന്നും ഇല്ല കേട്ടോ. അതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എത്ര ബിസിയുള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു കാര്യം ഫോളോ ചെയ്യാൻ വലിയ സമയമൊന്നും ഈസി ആയിട്ട് നമുക്ക് സൗന്ദര്യം വീണ്ടെടുക്കാം. പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു ഓവർനൈറ്റ് മിറാക്കിളൊന്നും അല്ല കേട്ടോ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും, നല്ല ഗ്ലോ കിട്ടും, നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കും. ഉള്ളിൽ നിന്നൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. HK വിറ്റൽസിന്റെ ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ
ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. hkvitals.com നിങ്ങൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷാസ്10 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടും. അപ്പോൾ കുറേ ആയി പറയുന്നു തത്ത ഇപ്പം മുഖാകെ കിടന്നും പല ഇതും പരീക്ഷിച്ചിട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ബൂബുക്കുട്ടൻ പോയതിന് ശേഷം സത്യം പറഞ്ഞ എൻ്റെ മുഖത്തിന് ആ ഒരു തെളിച്ചം വന്നിട്ടില്ല. അതെല്ലാവരും പറയാറുണ്ട് കേട്ടോ. ആ ഉള്ളിൽ നിന്ന് ആ ഒരു ഇതും വന്നിട്ടില്ല. ഇതൊക്കെ ഉള്ളിലേക്ക് കൊടുത്തു നോക്കിയോക്കട്ടെ. പിന്നെ ഇങ്ങനത്തെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഗുളികകളൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ നല്ലോണം വെള്ളം കുടിക്കണ്ടോ. വെള്ളം നല്ല അകത്തേക്ക് ചെല്ലണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. എൻ്റെ ബോട്ടിലുണ്ടോ ഇതൊന്നും മുഴുവൻ തീർക്കാനുള്ളതാണ്. നല്ല മൈരിഭാവാന്ന് എടുത്ത വീഡിയോ ആണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. കുട്ടിയെ നമുക്ക് ബൂബുക്കുട്ടനെ കാണിച്ചെടുക്കാൻ പോവാ. ബൂബുവിനെ കാണാം. ഞങ്ങൾ വൈകുന്നേരം ബൂബുവിനെ കാണാൻ പോകും കേട്ടോ. എവിടെ ബൂബു? ബൂബുലേ, നമ്മളെ ബൂബുക്കാക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരുന്നത് തന്നെ വരികയെ ചെയ്തിരുന്നില്ല. ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ കല്ലിട്ടതും പിന്നെ ഇവിടെ ഈ ഒരു ചെടി കുഴിച്ചിട്ടതും. ഇത് ബീസ് ലില്ലിയാണ്. അപ്പൊ ഇതാ നമ്മളെ ചാമ്പക്ക മരത്തിന്റെ ചോട്ടിലാണ് ബൂബുക്കുട്ടൻ കിടക്കുന്നത്. അപ്പൊ ഇനി നാളെ ഇവിടെ പണിക്കാരൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ചെടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം ഒരു സാധാരണ സ്ഥലമാവില്ല. അപ്പൊ അതൊരു ഇടങ്ങാറാ. അപ്പോൾ ഒരു തടം ഇങ്ങനെ ഉണ്ടാക്കണ ചിട്ടാ. നമുക്കൊന്നും ഇരിക്കാൻ തോന്നിക്കഴിഞ്ഞാല് റൗണ്ട് ചതുരാവണ്ടേ നമുക്ക് മറ്റേ ഇതും റൗണ്ട് തന്നെ ആയിക്കോട്ടല്ലേ, ഒക്കെ റൗണ്ട് ആയിക്കോട്ടല്ലേ. അതും റൗണ്ട് ഇതും റൗണ്ട്. നാളെ നമുക്ക് പോകുമ്പോൾ പട്ടാമ്പി കുറച്ച് കൊട്ടിട്ടുണ്ട്. അതിന് കുറെ വലുതായിരുന്നു. ഫ്രഷ് ആണല്ലേ. പണിക്കാർക്കുള്ള വെള്ളം കൊടുക്കാനാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് കൊള്ളില്ല. അപ്പോൾ കാര്യം അതിവിദഗ്ധമായി വെള്ളം എടുക്കണേ. വെള്ളം എടുക്കുന്ന സിസ്റ്റം നോക്കി നോക്കിക്കാം. നല്ല അടിപൊളി സിസ്റ്റമാണ്. പനി കാണാൻ വന്നിട്ടാണ്. മുളച്ചെടിനെ ഇതിക്ക് ഇറക്കി വെച്ചില്ലേ, ഇതൊന്നും ഉഷാറാവില്ലേ? അയൽവക്കാരനാണ് രാജന്. ഇതിന്റെ പണിയൊക്കെ ഏകദേശമൊക്കെ ഇനി തേക്കാനുള്ളൂ. കൂടി കാലത്തായപ്പോലെ നമുക്ക് ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യാലോ അല്ലേ. ഇപ്പൊ ഇതിന് കട ഉണ്ടാക്കി ഈ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറഞ്ഞ കേട്ടോ. അപ്പൊ വലിയൊരു സ്റ്റാൻഡ്, ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് വലിയൊരു സ്റ്റാൻഡ്. അപ്പൊ ഇതിന്റെ അടിയിലും ഒക്കെ ഈ സ്ഥലം തന്നെ ഒരു സുഖമില്ലാണ്ടായി. ആകെ 10 സെന്റ് സ്ഥലമുള്ളൂ. അതിൽ 5 സെന്റ് സ്ഥലത്ത് മറ്റേ ടാങ്ക് തന്നെയാണല്ലേ. ഈ സാധനം ഉണ്ടാക്കാൻ നല്ല പൈസ ആയിരിക്കും. ഇതിനെടുത്തിട്ട് പതുക്കെ ഇതിനൊക്കെ ഒതുക്കി വെക്കാനുള്ള പരിപാടി. ഈ ഒരു ഏരിയയിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് അല്ലേ. ആ പ്ലാനിങ് ഇതാ ഈ ഏരിയയില് ഇവിടുന്ന് ഇങ്ങനെ ഈ ഏരിയയിൽ ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. പക്ഷെ ഞങ്ങളത് പറയില്ല പോട്ടോ. അത് കാരണം ഇപ്പോഴും നടക്കൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടാണ് വീട് മൊത്തം പെയിന്റ് അടിക്കാൻ. ഞാൻ അപ്പുറത്തില്ലേ അത് കാണിച്ചു കൊടുക്കാം. മുള ചെടിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്താണിത്. ബൂബുക്കുട്ടൻക്ക് അവിടെ ഉണ്ടാക്കി കൊടുത്ത പോലെ മുളച്ചെടിക്കൊരു തടം. കാരണം ഇതിന് വലിയൊരു ചെടിച്ചട്ടിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഇതിന് നിന്നിട്ടൊരു ശ്വാസം മുട്ട്. ഇതാണെങ്കിൽ ഒരു 3000 രൂപ കയറ്റിന് മേടിച്ചപ്പോൾ അത് മാത്രമല്ല ഇതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നല്ല വിശാലമായിട്ട് ഉണ്ടായിക്കോട്ടെ. ഇവിടെ ഒക്കെ ഇങ്ങനെ മുളച്ചുണ്ടാവുമല്ലേ. ചിലപ്പോൾ ഇനി മുളകൾ പുതിയത് വരും. വിശാലത കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടേ മുളഞ്ഞും വരും. മതിൽ അപ്പുറത്ത് അവരുടെ മതിലാണ് കേട്ടോ. നമ്മൾ എവിടെ മതിൽ കെട്ടാൻ പറ്റാത്തൊരു ഏരിയ ആയിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെ അങ്ങനെ കാട്ടിക്കൂട്ടി ഈ ഏരിയയിൽ ഒരു മതിലുണ്ടാക്കിയത്. ഈ ഒരു മതിൽ ഞങ്ങൾ കവർ ചെയ്യാതെ അതിന് ജസ്റ്റ് ഒരു ഫ്രെയിം ആക്കി കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മണ്ണിൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ അടിയിൽ ഈ ഒരു ഇത് വെച്ചപ്പോൾ അവിടെ അങ്ങനെ കാണുമ്പോൾ വൃത്തിയില്ല. അപ്പോൾ തോന്നി ഇങ്ങനെ ബോർഡ് ഇട്ടിട്ട് ഇതിന് ചെടികൾ നടാം. ഇതിന് ചെടികളൊക്കെ നട്ടിട്ട് ചെടികളൊക്കെ എത്ര ഹെൽത്ത് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആകുമ്പോൾ മൊത്തത്തിലൊരു വൃത്തിയാവും. പോരാത്തതിന് നമുക്ക് ഇനി അവിടെ ഒരു പണിയുണ്ട്. ഇത് പോയിന്റ് ചെയ്യാനുണ്ട്. പാമ്പുകളൊക്കെ വരുമല്ലോ, അവർ വൃത്തിയിൽ പോയിന്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പണിയുണ്ട്. പിന്നെ ആ ടാങ്കി വെച്ച സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് മുറിച്ചിട്ട് അതൊക്കെ നടക്കണമെന്നൊക്കെ അറിയാം. അത് മുറിച്ചിട്ട് ഞാനുണ്ടാക്കും. അത് ഈ സ്ഥലത്തില്ലേ അടിപൊളിയാവും. ഇത് നാളെ തേപ്പിന് വരും. ഇന്ന് തേപ്പ് പണിയാണ്. ബൂബുക്കുട്ടിൻ്റെ തടതാ ഇവിടുന്ന് നോക്കിയാൽ കാണും. തേപ്പൊക്കെ ഇന്നും പണിക്കാരൊക്കെ ഉണ്ടായിട്ടോ. പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ബൂബുക്കുട്ടൻ്റെ വീടൊക്കെ
തേച്ചിതാക്കി എന്തായാലും പെട്ടി പ്രമാണമൊക്കെ ഒരുക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പട്ടാമ്പിക്ക് പോകാൻ നിൽക്കാറ് കേട്ടോ. പട്ടാമ്പിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അന്ന് പറഞ്ഞില്ലേ എല്ലാ പേരപ്പണിയും കൂടി തീർക്കുകയാണെന്ന്. അകത്തത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പുറത്തത്തെ കുറച്ച് പണികൾ കൂടി ഇല്ല. അതും കൂടെ തീർന്നാലും നമ്മളെ വീട് പണി കഴിയുക ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് അവിടെ പോണതും പോയതും ഒന്നും ഞാൻ വീഡിയോ എടുക്കണില്ല കേട്ടോ. ഞങ്ങൾ പോണത് ഒരു സ്പെഷ്യൽ കാര്യത്തിനോട്ടാണ്. ആ കാര്യം എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. വേഗമൊക്കെ ഇട്ടിട്ട് പോവല്ലേ, പട്ടാമ്പിക്ക് പോവാണ്. ചാറ്റ പോയി പറഞ്ഞ എന്തൊക്കെയാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണല്ലേ വീഡിയോയിൽ വരാൻ വേണ്ടി കൂടി വെറുതെ നടക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കാം. അല്ല ഇന്ന് വീഡിയോയിൽ വരാൻ പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് ന്യൂ ഇയർ ആയിട്ട് ജാസ്മിന്റെ ഗിഫ്റ്റാണ്. ഇത് അസുട്ടാപ്പി ഗിഫ്റ്റ് കൊടുത്താട്ടോ യാമിക്കുട്ടിക്ക്. പട്ടാമ്പിയിൽ വെച്ചിട്ട് കാണാം. ചെറുപ്പശ്ശേരിയിൽ വെച്ചിട്ട് കാണാം. ബൈ. ഇക്കന്നെ അവിടെ ആക്കിയിട്ട് നിങ്ങട്ടന്നെ വരികയായിട്ട് ചെയ്യാം. അവിടെ ഇപ്പൊ എല്ലാരും വന്നിട്ടുണ്ടാവും. ഒക്കെ പറയാ അന്നൊക്കെ ഒറ്റയ്ക്ക് അവിടെ ആക്കി വരുമ്പോഴവിടെ പൂക്കുട്ടൻ ഉണ്ടാവുമല്ലോ കൂട്ടിന്. അപ്പൊ ഓൻ ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടാ. അപ്പൊ ഞാനും ആലോചിച്ചു രാത്രിയൊക്കെ നമ്മൾ എന്തിനേലൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഓൻ എപ്പോഴും ഉണ്ടാവും നമ്മളെ കൂടെ. മൂത്രമൊഴിക്കാനൊക്കെ വെച്ചാൽ ആരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഓനുണ്ടാവും പിന്നാലെ രാത്രി അത്താഴത്തിൽ നീക്കുമ്പോഴും ഒക്കെ. ചെരുപ്പൊക്കെ ഇട്ടിട്ട് എങ്ങട്ടാ ആരെ കാണാനാ പോണ്? എന്താ യാമിക്കുട്ടിൻ്റെ ഒരു കളി കാണിച്ചാ ഇങ്ങനെ ചാതെ ഒന്നും തിന്നൊന്നുമില്ല. എക്സസൈസ് ഭയങ്കര. ഞങ്ങൾ പട്ടാമ്പി വീട്ടിലൊക്കെ പോയി വന്ന് അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടേക്ക് പോയത് എന്തിനാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നെബിലൂട്ടി വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. സുള്ളില്ലാത്ത ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് നെബിലൂട്ടിയുടെ വീഡിയോയിൽ കാണാം. അപ്പോൾ പോയി വന്നപ്പോഴത്തേനും തേപ്പ് പണിക്കാരനൊക്കെ പോയി തേപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാതും നമ്മളെ ഈ ഒരു മതിലിന് ഇങ്ങനെ ഓട്ടകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പാമ്പ് വരും അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അതിലൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റ് അടിച്ചാൽ മതി എന്നിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ തേപ്പുകാരൻ പറഞ്ഞത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് തരാം. അതായത് ഈ കല്ലിങ്ങനെ ബൾജ് ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്തിട്ട് ഇങ്ങനെ തേപ്പ് ചെയ്ത് തരാൻ. അപ്പോൾ നോക്കുമ്പോൾ അത് രസമായിട്ട് യാമിക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പാമ്പൊക്കെ പറ്റും. നമുക്ക് ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് ഒരു പേടിയാണ്. ഉള്ളുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മതിൽ കെട്ടിയതും ഒക്കെ. കാരണം ഇവിടെ അപ്പുറത്ത് കൊക്കയായിരുന്നു. മതിൽ കെട്ടിയൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയതൊക്കെ യാമിക്കുട്ടിനെ പേടിച്ചിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നൊന്നും വിചാരിച്ചില്ല. കാരണം ഇത്ര വലിയൊരു മുളയൊക്കെ ഓരോ വഴിയിലിങ്ങനെ കാണാം. ഇവിടെ വരിക്ക് ചെടികൾ കുഴിച്ചിടണം. ഓരോ ചെടികളൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൂ നമുക്ക് നനക്കാനും ഒക്കെ ഒരു രസം. അവൾക്ക് ബൂബു ഇതിൻ്റെ ഉള്ളിലാണ് പറയണത്. അത്ര ഇതില്ല. അപ്പോൾ ഓൾ പറയാതെ അവിടെയാണ് ചതുരത്തിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റൗണ്ടിലുള്ള ടാബൂക്കോല് അധികം കൊടുത്താൽ പിന്നെ റൗണ്ടാക്കി. റൗണ്ടാകുമ്പോൾ നമുക്ക് ടൈൽസ് ഒന്നും ഇടാൻ പറ്റും. ടൈൽസ് ഇടാൻ ബുദ്ധിമുട്ടാണ്. ഇടുകയൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ബുദ്ധിമുട്ടായിക്കാരം. ഇതൊക്കെ അടിച്ച് നേരാക്കണം. ഇതിൽ കുറച്ചുകൂടെ മണ്ണിട്ടിട്ട് ചെടി കുറച്ച് മേലൊക്കെ ആക്കണം. ഇവിടെ ഇങ്ങനെ ചെടികൾ വരണം. ബുബുക്കുട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കണം എപ്പോഴും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതൊന്നും നഷ്ടപ്പെടില്ല. ബുബുക്കുട്ടൻ്റെ ഓർമ്മയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. മണ്ണിൽ കളിക്കുക യാമിക്കുട്ടിയെ. കുട്ടികൾ മണ്ണിലൊക്കെ കളിച്ച് വളരണം എന്ന് പറഞ്ഞാൽ മണ്ണിൽ കളിക്കുക. മണ്ണിലൊന്നും കളിച്ച് വളരട്ടെ. പിന്നെ അതായത് യാമിക്കുട്ടിക്ക് ഡാൻസ് കളിക്കാനില്ലേ. ഓളിപ്പോ കുറച്ച് നേരത്തെ വന്നിട്ടേ ഇന്ന ഉടുക്കോണ്ടിട്ട് ഓൾക്ക് കൈമ ഇരിക്കാന് ഇതിലേക്ക് ചാലിക്ക് കാല് നോക്കിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ വന്നിരുന്നു. ഇതന്നെ നമുക്കൊരു തോട് വരുന്നുണ്ട് കേട്ടോ. ഈ തോട് എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഇതുകൊണ്ട് വേറെ പരിപാടി ഉണ്ട് ഞങ്ങൾക്ക്. കണ്ടോ അവിടെ ഇങ്ങനെ തോട് പോകണം. അതൊക്കെ ഞങ്ങൾ വൈത്താലെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ടാങ്ക് എടുത്തിട്ട് നമുക്ക് വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ആ ഒരു കഷ്ണം നമുക്ക് മോട്ടർ വെക്കാം. പിന്നെ ഞങ്ങൾക്ക് പറങ്കി മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. പറങ്കി മാങ്ങ പൂവൊക്കെ കിട്ടും. ഇപ്രാവശ്യം നമുക്ക് പറങ്കി മാങ്ങ ഇട്ട് വെക്കാറില്ലേ. പ്രാവശ്യം കിട്ടണം എന്തായാലും. മാങ്ങ ഉണ്ട്, ചക്കപ്പഴം ഉണ്ട്. അതിന്മേൽ ചക്കപ്പഴം ഉണ്ട്. ചക്കപ്പഴം അങ്ങനെ കാണൂല. വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അതാ കാണുന്ന സാധനം കുറെ ഉണ്ടായിരുന്നു. ഇവിടെ കാര്യമായിട്ട് ഞങ്ങളല്ലതൊന്നും കഴിക്കുക. കിളികളും കാക്കകളും മറ്റുള്ള ഞങ്ങള് കിളികൾക്കും കാക്കകൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് രസം. പിന്നെ ഞങ്ങൾക്ക് ഇതാ ഇവിടെ ഞങ്ങളെ കുഞ്ഞു വളപ്പിൽ സപ്പോർട്ട ഉണ്ട്, മാവുണ്ട്. മാവ് നല്ല പൂത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ചാമ്പക്ക പോയ ചാമ്പക്ക രണ്ടാമത് തിരിച്ചു വന്നതാണ്. ഇവിടെ ഒരു ഗാർഡൻ ആക്കണം കേട്ടോ. ഇവിടെ കൂടെ കല്ലൊക്കെ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് നേരാക്കണം. ഇനി കുറച്ച് ദിവസം ഇവിടെ പണികളാണ്. അതായത് വീടിന്റെ 4 പുറമുള്ള ഓരോരോ പണികളാണ് ഇനി അടുത്തതുകൾ. അതാണ് ബുബുക്കുട്ടൻ്റെ ഈ ഒരു ഇത് ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ബുബുക്കുട്ടൻ കിടന്നിരുന്ന ആ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. മറ്റാള് കയറി കുത്തിരുന്ന ഇപ്പൊ ഒരു വസളായ നിപ്പാണ് നിക്കണത്. ചെറിയ കാക്ക വസളായ മാതിരില്ല നിപ്പാട്ട. വീണിന്റെ ഒരു എക്സ്പ്രഷൻ കാണിച്ചാൽ എന്താ യാമിയേ അത് സാറല്ല നീച്ചോ.
സാല അങ്ങനെയൊക്കെ തന്നെ വളരുക കേട്ടോ. അതാ വെള്ളത്തിന്റെ മീറ്റർ നോക്കണ്ട ചേച്ചി. ബുബുക്കുട്ടനിക്ക് എന്താ പറ്റിയെന്നുള്ളത് അന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റിയില്ല അല്ലേ, നമ്മളെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബുബുക്കുട്ടിക്ക് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയൂല. എനിക്കറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം ഇക്കാന്ന് ചോദിച്ചിരിക്കണം. ബുബുക്കുട്ടീനെ അവസാനമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓനെ ഇക്ക കൊണ്ടൊന്നും ഈ കാണണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ് ബുബുക്കുട്ടനെ അവസാനമായിട്ട് കാണുമ്പോൾ ഓനെങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കും. അവൻ്റെ വാലൊക്കെ അതേപോലെ ഉണ്ടായിരുന്നോ, അവനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇക്കറിയാം ഓൻ അതേപോലെ ഉണ്ടായിരുന്നു. ഇക്കല്ലേ കണ്ടത്. പക്ഷെ എനിക്ക് ഞാൻ തോന്നുന്നു എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ. അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ശരിക്കും ഒരു ആൻസർ അപ്പോഴും പറഞ്ഞു തന്നിട്ടില്ല ബൂബു എങ്ങനെ ഉണ്ടായിരുന്നത് എന്ന്, എന്താ പറ്റിയത് എന്നും എനിക്കറിയില്ല. അത് നമ്മൾ അങ്ങനെ പോകണം. അപ്പൊ എനിക്ക് അത് പറഞ്ഞു തരൂല എന്താ പറ്റിയത്. അപ്പൊ എനിക്ക് അത് കൊണ്ട് എപ്പോഴും എന്നാലും ഇടയ്ക്ക് ഞാൻ എന്നാലും ചോദിക്കും. ചിലപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങിയിട്ടൊക്കെ കഴിഞ്ഞാൽ ചോദിക്കാം ഇക്ക ബുബുക്കുട്ടൻ ശരിക്കും ഉണ്ടായിരുന്നോ അങ്ങനെ ചോദിക്കും. അങ്ങനെ എന്താ പറ്റിയെന്ന് അങ്ങോട്ട് അറിയില്ല. ഞങ്ങൾക്ക് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ബുബുക്കുട്ടന് ഇഷ്ടമുള്ളവർ ബുബുക്കുട്ടൻ്റെ കമൻറ്റുകൾ, ബുബുക്കുട്ടൻ്റെ ഓർമ്മകൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ കമൻറ്റിൽ ബുബുക്കുട്ടൻ്റെ നല്ല ഓർമ്മകളൊക്കെ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഒരു ഇടങ്ങാറായിരിക്കും. അന്നൊക്കെ എനിക്ക് അങ്ങനെയാണ്. പിന്നെ ഞാൻ ബുബുക്കുട്ടനെ കുറിച്ചിട്ടുള്ള വീഡിയോകളെ ഇടാൽ നിർത്തി. കാരണം പിന്നെ ബുബുക്കുട്ടിനെ പറ്റി ഇങ്ങനെ പറയുന്നതും അതിൻ്റെ മറുപടിയൊക്കെ ആയിട്ട് ആ ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കും. അതിന് ചിലവരൊക്കെ ഓരോ പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ അന്ന് ഫുള്ള് എനിക്ക് അതിൻ്റെ ഒരു മൂഡ് ഓഫ് ആക്കാരും അമ്പലത്തൊക്കെ ഉള്ള പൂച്ച പോയതും കിട്ടിയതും ഒക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തിന് അത് തന്നെയായിരുന്നു ഞങ്ങളെ ബുബുക്കുട്ടിനെ അങ്ങനെ കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ അന്ന് നമുക്ക് ഇങ്ങനെ ചോദിച്ചത് ബൂബുവിന്റെ മാതിരി വേറെ ബൂബുനെ, പക്ഷെ അതിപ്പോ എങ്ങനെ കിട്ടിയാലും ബൂബുവിന്റെ ആ ഒരു ബൂബുവിന്റെ മാതിരി വേറൊരു ബൂബുവിനെ ഞങ്ങൾക്ക് തന്നിട്ടാണ് ബൂബുക്കുട്ടൻ പോയത്. ലൈക്ക് പറയും ഇപ്പൊ ബൂബുക്കുട്ടൻ ഉണ്ടെങ്കിൽ ബൂബുക്കുട്ടൻ ഓളൊക്കെ ഭയങ്കര അടിയും ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ബൂബുക്കുട്ടൻ പോയിട്ടുണ്ടാവുക. അതൊക്കെ പഠിച്ചോണ്ട് ഓരോ തീരുമാനങ്ങളാണ് എന്നൊക്കെ, ഓരോ കാര്യങ്ങളും ഓരോരോ ഇതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയും. ഞങ്ങൾ ഇതൊക്കെ നയിച്ച് ഇവിടൊക്കെ നേരാക്കി ബുബുക്കുട്ടൻ്റെ വീടൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കട്ടെ. രാമിക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ് ഈ മാസം അവസാനം 30-31 പെയിന്റ് അടിക്കുന്ന. ഷെഫ്കൂട്ടൻ 10ാം ക്ലാസ്സിലാകുമ്പോഴാണ് ഞങ്ങൾ വീടിന്റെ 4 പുറം പെയിന്റ് അടിച്ചത്. അപ്പൊ ഇനി വേനൽക്കാലം പറ്റിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാണ്. ഓക്കെ മുഴക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇതൊക്കെ നനക്കാൻ പോട്ടെ. അവൾക്ക് ഓരോരുത്തർക്ക് പോവണം. പൂവാ അപ്പുറത്തെ വീട്ടിലത്തെ മതിലാട്ടോ. അതൊക്കെ ഞങ്ങൾ പോയിന്റ് ചെയ്തു. എന്താ വെച്ചാൽ പാമ്പൊക്കെ വന്നിരിക്കണേന്. അവള് പാത്രം കൊണ്ടൊക്കെ വരുന്നുണ്ട്. അതിന് അയിക്കൂടെ വെള്ളം വിടണേ. ഇതിലൊക്കെ നമുക്ക് പെബിൾസ് കൊടുക്കുന്നത്. ഇത് വെള്ളം ഒഴുകുമ്പോഴാണ് ഇതിന്റെ ഇത് കാണുന്നത്. നിങ്ങൾ അരുവി